അനുപമമാക്കാം അവതരണം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സ്ലൈഡിൽ ചാർട്ട് ഉൾപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ് നാം ഇവിടെ ചെയ്തു നോക്കുന്നത്. ആഗോളതാപനവുമായി ബന്ധപ്പെട്ട ഒരു പട്ടികയാണ് സ്ലൈഡിൽ 6 നൽകിയിരിക്കുന്നത്. ഈ പട്ടികയിലെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ചാർട്ടാണ് അടുത്ത സ്ലൈഡിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ടത്. ഇതിന് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ചാർട്ട് ഉൾപ്പെടുത്തേണ്ട സ്ലൈഡ് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ സ്ലൈഡ് 6 നമുക്ക് ചാർട്ട് ഉൾപ്പെടുത്തേണ്ടത്. സ്ലൈഡ് 6 സെലക്ട് ചെയ്തു. തുടർന്ന് ഇൻസേർട്ട് മെനുവിലെ ചാർട്ട് ഓപ്ഷൻ ഉപയോഗിച്ചോ ടൂൾ ബാറിലെ ചാർട്ട് ഐക്കൺ ഉപയോഗിച്ചോ ചാർട്ട് ഉൾപ്പെടുത്താം. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇനി ചാർട്ടിലേക്ക് വിവരങ്ങൾ നൽകുന്ന പ്രവർത്തനമാണ് അടുത്തത്. അതിന് ഡാറ്റ ടേബിൾ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്ത് ചാർട്ടിലേക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാം. ആദ്യത്തെ കോളത്തിൽ വിവിധ സ്ഥലങ്ങളിലെ ടെമ്പറേച്ചർ, താപനിലയാണ് നമുക്ക് ചാർട്ടിൽ ഉൾപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കോളത്തിൽ വിവിധ സ്ഥലങ്ങളുടെ പേരുകളാണ് രേഖപ്പെടുത്തുന്നത്. റോ 1 എന്നുള്ളത് തിരുവനന്തപുരം എന്നാക്കി മാറ്റുന്നു. റോ 2 എന്നുള്ളത് ന്യൂഡൽഹി. റോ 3 എന്നുള്ളത് ബാംഗ്ലൂർ. റോ 4 എന്നുള്ളത് മുംബൈ. അടുത്ത കോളത്തിൽ ഈ സ്ഥലങ്ങളിലെ കൂടിയ താപനിലയാണ് രേഖപ്പെടുത്തേണ്ടത്. അവ ടൈപ്പ് ചെയ്ത് ചേർക്കുന്നു. 34, 38, 29, 31. അടുത്ത കോളത്തിൽ ഈ സ്ഥലങ്ങളിലെ കുറഞ്ഞ താപനിലയാണ് നമുക്ക് രേഖപ്പെടുത്തേണ്ടത്. അവ ടൈപ്പ് ചെയ്ത് ചേർക്കുന്നു. 29, 21, 19, 24. ഇവ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും എന്ന് കാണിക്കുന്നതിന് കോളം 1 എന്നുള്ളത് മാറ്റി മാക്സിമം ടെമ്പറേച്ചർ എന്നും കോളം 2 എന്നുള്ളത് മാറ്റി മിനിമം ടെമ്പറേച്ചർ എന്നാക്കുന്നു. കോളം 3 നമുക്ക് ആവശ്യമില്ല. അത് ഒഴിവാക്കുന്നതിന് കോളം 3 ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് സീരീസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ചാർട്ട് ടേബിളിൽ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ഒക്കെ വന്നതിന് ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ വിവരങ്ങൾ ചാർട്ടിലേക്ക് ഉൾപ്പെടുന്നത് കാണാം. ചാർട്ടിൽ ലെജൻഡായിട്ട് മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും ചുവപ്പും നീലയും നിറങ്ങളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. അടുത്തതായി ചാർട്ടിന് പേര് നൽകുന്ന പ്രവർത്തനമാണ് നാം ചെയ്യുന്നത്. ഇതിന് ടൈറ്റിൽ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ചാർട്ടിൻ്റെ പേര് ടെമ്പറേച്ചർ ഗ്രാഫ് എന്ന് നൽകാം. എക്സ് ആക്സിസിന് സിറ്റീസ് എന്നും വൈ ആക്സിസിന് മാക്സിമം മിനിമം ടെമ്പറേച്ചർ പ്രദർശിപ്പിക്കുന്ന ആക്സിസ് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ എന്ന് നൽകാം. ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഈ വിവരങ്ങൾ ചാർട്ടിലേക്ക് ചേർക്കപ്പെടുന്നു. അടുത്ത് ചാർട്ട് വാളിന് കളർ നൽകുന്ന പ്രവർത്തനമാണ് നാം ചെയ്യുന്നത്. ഇതിന് ചാർട്ട് വാൾ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏരിയ ടാബിലെ ഫിൽ എന്ന ഓപ്ഷന് താഴെ അനുയോജ്യമായ കളർ സെലക്ട് ചെയ്ത് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ വാളിന് കളർ നൽകപ്പെടുന്നത് കാണാം. ചാർട്ട് ഏരിയ ക്ലിക്ക് ചെയ്ത് ഏരിയ എന്നതിന് ചുവടെ ഫിൽ ഓപ്ഷനിലെ അനുയോജ്യമായ
കളർ സെലക്ട് ചെയ്താൽ ചാർട്ട് ഏരിയയിലും കളർ നൽകപ്പെടുന്നത് കാണാം. ഈ രീതിയിൽ ആവശ്യമായ ഫോർമാറ്റിങ്ങുകളൊക്കെ നടത്തിയതിന് ശേഷം ചാർട്ടിന് പുറത്ത് ക്ലിക്ക് ചെയ്താൽ ചാർട്ട് നമ്മുടെ സ്ലൈഡിലേക്ക് ഉൾപ്പെടുന്നു. ചാർട്ടിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് ചാർട്ട് സെലക്ട് ചെയ്ത് കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ചാർട്ടിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ രീതിയിൽ നമ്മുടെ സ്ലൈഡിലേക്ക് നമുക്ക് ചാർട്ട് ചേർക്കാം.